ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ പരവൂരിലാണ്. പരവൂരിൻ്റെ ജന്മനാട് കൂടിയാണ്. പരവൂരിനടുത്ത് നെടുങ്ങോലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തിക്കരയാറും വന്ന് പരവൂർ കായലിനോട് ചേരുന്ന സ്ഥലത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യുന്നു. ഒരു പക്ഷേ കേരളത്തിലെ ഇതിന് ഏറ്റവും വലിയ കണ്ടൽ കോട്ടയ്ക്ക് സമീപത്തൂടെയാണ് നമ്മുടെ യാത്ര. കണ്ടലുകൾ അതിരിടുന്ന മനോഹരമായ പ്രദേശം, വിനോദസഞ്ചാരികളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും വന്നു പോകുന്ന സ്ഥലം. ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ പുതിയ സാധ്യതകൾ തേടുന്ന ഇടം കൂടിയാണ്. നമ്മൾ പക്ഷേ ഇതിനൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അപ്പൂപ്പനെ കാണാനാണ്. കണ്ടലുകൾ കോട്ട കെട്ടി വാഴുന്ന ഇവിടത്തുകാരുടെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ, ആമവട്ടത്തപ്പൂപ്പൻ. നമ്മുടെ പോക്ക് അങ്ങോട്ടെത്തിക്കാം. പോകാം. കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാർ പരവൂർ കായലിന്റെ വിശാലതയിലേക്ക് ഒഴുകിച്ചേർന്ന മനോഹരമായൊരു പ്രദേശമുണ്ട്. ഇവിടെ ഒരു കാലത്ത് കായലിൽ ചെളി ഖനനവും മണലെടുപ്പും സജീവമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രദേശം ടൂറിസം സാധ്യതകളാൽ ശ്രദ്ധേയമാവുകയാണ്. ഈ കായലിന്റെ ജൈവ വൈവിധ്യവും കണ്ടൽക്കാടുകളും പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്നു. ഏകദേശം 600 ഏക്കറോളം വരുന്ന കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു ചെറിയ തുരുത്തിൽ തലമുറകളായി ഒരു അപ്പൂപ്പൻ കുടിയിരിക്കുന്നു. ഈ അപ്പൂപ്പൻ പക്ഷേ സാധാരണ അപ്പൂപ്പനല്ല, സാധാരണ മനുഷ്യനുമല്ല. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നാണ് വിശ്വാസം. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു ഇടനിലക്കാരനായാണ് നാട്ടുകാർ അദ്ദേഹത്തെ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ടുപോലെ ഈ അമ്പലം അറിയാവുന്ന ഒരു അമ്പലമാണ് ആമോട്ടത്തപ്പൂപ്പൻ എന്ന് പറയുന്നത്. ഈ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരെ കഷ്ടപ്പാട് വന്ന് പറയുമ്പോൾ അവർക്ക് സഹായിക്കുകയും മറ്റു കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ട്. അതാ ഓരോരുത്തർക്ക് വിശ്വാസത്തിൻ്റെ മേളിലാണ് ഇവിടെ വരുന്നത്. പണ്ടുപോലെ ഈ നമ്മൾ അപ്പൂപ്പന്മാർ ഈ ഭഗവാനെ കണ്ടുപിടിച്ച് ഇവിടെ അപ്പൂപ്പൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു വിളക്ക് കത്തിച്ച് ആ അപ്പൂപ്പനിപ്പം വളർന്ന് അങ്ങനെ വിഷ്ണു ഭഗവാന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. വിഷ്ണു ഭഗവാനെ എടുത്ത് വേറെ അമ്പലത്തിലോട്ട് കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് നേട്ടമെന്ന് പറഞ്ഞാൽ ഈ കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. കുംഭമാസത്തിലാകുമ്പോഴത്തേക്ക് ഇവിടെ ഈ കായലിൻ്റെ ആറ്റിൻ്റെ സൈഡിൽ കൂടെ പാലം കെട്ടിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. പിന്നെയുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൂപ്പൻ്റെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അപ്പൂപ്പനാണ്. ഈ ആല് തന്നെ 2 സൈസ് ആലുണ്ട് ഇതിനകത്ത്. രണ്ട് സൈസ് ആലാണ്. ഈ ആലിനെയും ഇപ്പം എന്താ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പ്രതിഷ്ഠ നമുക്ക് ഈ മണ്ണിനടിക്കുന്നത് കിട്ടി. അത് വിഷ്ണു ഭഗവാന്റെ പൂർണ്ണരൂപത്തിലുള്ള വിഗ്രഹമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതേ പ്രതിഷ്ഠയാണ് ഈ വിഷ്ണു ഭഗവാന്റെ അകത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് ഈ അമ്പലം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ വിഗ്രഹം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിനകത്തുനിന്ന് ഈ അമ്പലം ഉയരാനുള്ള എല്ലാ സാമൂഹികങ്ങളും എല്ലാം ഈ തറയിൽ തന്നെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ജാതി മതഭേദമില്ലാതെ നിരവധി ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇവിടെ എത്തുന്നു. കള്ളും പുകയിലയും ബീഡിയുമാണ് പ്രധാന വഴിപാടുകൾ. ഈ വഴിപാടുകൾ സമർപ്പിച്ചാൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അപ്പൂപ്പൻ്റെ വഴിപാടെന്ന് പറഞ്ഞാൽ പടക്കയാണ്. പടക്കയെന്ന് പറഞ്ഞാൽ കള്ളും മുറുക്കാൻ ബീഡി പിന്നെ ഒരു നാരങ്ങ. ഇതാണ് അപ്പൂപ്പന് പ്രത്യേകിച്ച് പൈസയുടെ കാര്യമൊന്നുമില്ല. അപ്പൂപ്പൻ്റെ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് പടക്ക എന്നാണ് അതിന് പറയുന്നത്. കള്ള് മുറുക്കാൻ ബീഡി, ഇത് 3 അപ്പൂപ്പൻ്റെ ഒരു ഇതിൽ. അത് പലരും കൊണ്ടുവരുന്നുണ്ട്. നമ്മളത് പൂജാകർമ്മങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അവർ പറയും നമുക്ക് ഇന്ന കാര്യങ്ങൾ സാധിക്കണം. ആ കാര്യങ്ങൾ സാധിച്ചു വരുമ്പോൾ അവരിലുള്ള യഥാശക്തി അനുസരിച്ച് ഭഗവാന് വേണ്ടി അവർ സമർപ്പിക്കുന്നുണ്ട്. കായലിന് നടുവിലുള്ള ഈ തുരുത്തിലേക്ക് വള്ളത്തിൽ മാത്രമേ എത്താൻ കഴിയൂ. പതിറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട് കിടന്ന ഈ തുരുത്തിൽ ഇപ്പോൾ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്. കുംഭമാസത്തിലാണ് ഇവിടെ ഉത്സവം. ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് അമ്പലത്തിലേക്ക് എളുപ്പത്തിലെത്താനായി താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്. പണ്ടുകാലങ്ങളിൽ വള്ളങ്ങൾ ചേർത്ത് കെട്ടിയാണ് പാലം നിർമ്മിച്ചിരുന്നത്.
എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം വന്നാലും ഈ അമ്പലത്തിനകത്ത് വെള്ളം കയറില്ല. വെള്ളം ഇതിൻ്റെ താഴെ ഇവിടെ തന്നെ ഇത്രയും സാധനങ്ങൾ എല്ലാം കിടക്കുന്നത്, ഒരു സാധനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു ഇതിരില്ല. പക്ഷെ അതിൻ്റെ ശക്തിയാണത്, അപ്പൂപ്പൻ്റെ ഒരു രീതിയാണത്. പിന്നെ ഉത്സവം ആകുമ്പോഴത്തേക്ക് ഇവിടെ പാലം കെട്ടും, അതിൻ്റെ സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഈ അമ്പലം നേരത്തെ നമ്മളെ എറണാകുളത്തുകാരാണ്. ഈ എറണാകുളത്തുകാർ ഈ അടുത്ത സമയത്താണ് നമുക്ക് എഴുതി തന്നത്. 2-3 മാസമാകും പൊതു അമ്പലമായിട്ട് എഴുതി തന്നു. ട്രസ്റ്റാണ് നമുക്ക് എഴുതി തന്നപ്പോഴത്തേക്ക് നമ്മൾ തന്നെ അവർ കുറേ കാലം കൊണ്ടേ നമ്മൾ ഇതിനു വേണ്ടി കിടന്ന് വഴക്കും വയ്യാലേക്ക് ഉണ്ടായതാണ്. അവരിപ്പം അവർ റിസോർട്ട് തുടങ്ങാൻ നോക്കിയിട്ട് അവർക്കൊന്നും ഒരു പരിപാടി നടക്കുന്നില്ല. അവർ പോയി നോക്കിയപ്പോൾ കാണാൻ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ സ്ഥലം തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ അവർ അപ്പുറത്ത് ഒരു 39 സെൻറ്റ് സ്ഥലം നമുക്ക് വേർതിരിച്ച് പ്രമാണവും ചെയ്തു തന്നു. അപ്പൂപ്പൻ്റെ മീഡിയേറ്ററിലാണ് ഈ പറയുന്ന വ്യക്തികളെല്ലാം. നമ്മൾ ഈ പറഞ്ഞ ഞാനാലും ശരി തന്നെയാണ്. എൻ്റെ പിള്ളേരെ വിവാഹത്തിന് അപ്പൂപ്പൻ്റെ നമ്മൾ 1 രൂപയും കൊണ്ട്, നേരത്തെ പോറ്റിയുടെ 1 രൂപയും കൊണ്ടുപോയാണ് എൻ്റെ മക്കളെ കാര്യങ്ങൾ നടത്തിയത്. ചെന്ന് ചോദിക്കുന്നിടത്ത് ഇല്ലയെന്നൊരാരും പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ അപ്പൂപ്പൻ്റെ ഒരു എന്തരാണത്. ഇപ്പം മാസത്തിൽ 4 ദിവസമാണ് തുറക്കുന്നത്. 4 ദിവസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1-ാം തീയതി തുറന്നാൽ പിന്നെ ഫസ്റ്റ് വ്യാഴാഴ്ച അതാണ് തുറക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും അമ്പലം തുറക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ചെറിയൊരു ബാലൻസ് കണ്ടുപിടിച്ചാണ് ഈ ഭഗവാനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും നമുക്കിപ്പോൾ പിന്നോക്കം നിൽക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഒരു ചൈതന്യം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. പക്ഷേ ഭഗവാൻ വിളിക്കുന്നിടത്ത് നമ്മളൊന്നൊരു സങ്കടം പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഇവിടെയെല്ലാം കിടക്കുന്ന ആളുകളാണ് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകുന്നത്. വിശ്വാസത്തിൻ്റെ മേളിലാണ്. അപ്പൂപ്പനാണ് ഈ കൂർബൗദ്ധി. ഇവിടെ പണ്ട് പോലെ നമ്മളെ പറഞ്ഞിട്ടുള്ള ഒരു ആമയുണ്ടായിരുന്നു. ഈ ആമയെന്ന് പറഞ്ഞാൽ എന്തൊരു ആമയാണ്, ഒരു മുറത്തിനേക്കാൾ വലുപ്പമാണ്. അത് വന്ന് നമ്മളെ മുമ്പിൽ വന്ന് ഊളയിടും. നമ്മളിൽ ചെളിയും കുത്തിക്കൊണ്ടുപോകുന്നു. ഈ ആമയുടെ നാമയത്തിലാണ് ആമവട്ടത്ത് അപ്പൂപ്പൻ എന്ന് അറിയപ്പെടുന്നത്. ഈ അപ്പൂപ്പൻ്റെ വിശ്വാസത്തിലാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പോകുന്നത്. ഈ അപ്പൂപ്പനെ വിളിച്ച് അവർ വിളിപ്പുറത്ത് വിളി കേട്ട് അവർ പല കാര്യങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങൾ, അവരുടെ മക്കളെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭഗവാൻ അപ്പൂപ്പൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ മേളിലാണ് ഈ ജനങ്ങളെല്ലാം ഇവിടെ വരുന്നത്. കായലിന്റെ വിശാലതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ അപ്പൂപ്പൻ കാവ് ഓരോ കാഴ്ചയിലും വിസ്മയം തീർക്കുന്നു. മാസത്തിൽ 5-6 ദിവസം മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ തുരുത്തിന്റെ ഓരത്ത് എന്നും കാത്തിരിക്കുന്ന അപ്പൂപ്പൻ ഒരു പ്രത്യാശയുടെ പ്രതീകമാണ്.